പ്രതാപചന്ദ്രനെതിരെ പോലീസിന്റെ വകുപ്പുതല അന്വേഷണവും തുടങ്ങി. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നിവർത്തിയില്ലാതെയാണ് സർക്കാർ നടപടിയെടുത്തത്. വ്യക്തമായ ദൃശ്യങ്ങൾക്കപ്പുറം പ്രതാപചന്ദ്രനെതിരെ മറ്റൊരു തെളിവ് ആവശ്യമില്ലായിരുന്നു. എന്നാൽ സസ്പെൻഷനിൽ തീരില്ല പ്രശ്നം. പ്രതാപചന്ദ്രനെതിരെ മജിസ്ട്രേറ്റ് തല അന്വേഷണം ആവശ്യപ്പെട്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് പരാതിക്കാരി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഷൈമോൾ എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി. കൂടുതലായിട്ട് യഥാർത്ഥത്തിലുണ്ട് ഈ ദമ്പതിമാരെയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളുണ്ടെങ്കിൽ ഒരുപാട് പേര് അവരെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരാണ് തെറ്റിയതെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഒരുപാട് നാളുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത മീഡിയയിലൊക്കെ ഭയങ്കര സംസാരമായിരുന്നത്. അതിന് വേണ്ടിയുണ്ടെങ്കിൽ ഒരു വർഷം ഇതേണൊക്കെ ഭയങ്കരമായിട്ട് മത്സരിച്ച് അതിൻ്റെ പിറവെ തന്നെ പോയാണ് അവസാനം ഉണ്ടെങ്കിൽ ഈ ഫൂട്ടേജ് കിട്ടുകയും അങ്ങനെ ഇപ്പോൾ യഥാർത്ഥത്തിൽ സത്യം എന്തെന്ന് വെളിയിൽ വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അന്നുണ്ടെങ്കിൽ ഇതേണൊക്കെ ഇവർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെയും കുടുംബത്തെയും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചു പോലീസുകാരെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ അവർ പറഞ്ഞത് വേറെ രീതിയിലായിരുന്നു. ഇതിനൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സ്റ്റേഷനിലേക്ക് എറിയുകയും അത് തടുക്കാൻ ചെന്നപ്പോഴാണ് ഈ സംഭവങ്ങൾ നടന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ സത്യം വെളിയിൽ വന്നത് ഇത് കാരണം ഉണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇനി നിയമത്തിലുള്ള വിശ്വാസമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അധികാരത്തിലിരിക്കുന്നവരുണ്ടെങ്കിൽ ഇല്ലാത്ത കള്ളക്കേസും ഓരോരോ കാര്യങ്ങൾ കെട്ടിവെച്ചിട്ട് പാവങ്ങളെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. ഇത് ഓഫീസറിനെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് വേറെ കേസുകൾ ഇത് കണക്ക് വരുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, അവർക്ക് ഇനിയെങ്കിലും നീതി ലഭിക്കണം. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പോയാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.